ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ചാർലി ട്രിപ്പിൾ വൺ എന്ന തെലുങ്ക് മൂവിയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിനനുസരിച്ചാണ് ഈ മൂവി ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ മൂവിയുടെ കഥ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ മേജർ പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നു. അയാളിപ്പോ സിറ്റിയിലുള്ള പഴയൊരു തിയേറ്ററിലേക്ക് എത്തുവാണ്. എന്തിനാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സിഎമ്മുമായിട്ട് അവിടെ വെച്ച് അയാൾക്കൊരു രഹസ്യ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. സംസാരിക്കുന്ന കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സിറ്റിയിൽ നടക്കാൻ പോകുന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ പറ്റിയൊക്കെ ആയിരുന്നു. അതിനെപ്പറ്റി സിഎമ്മിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ എന്ത് വില കൊടുത്തു ആ തടയുന്നതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യണം, അതിനൊരു ടീമിനെ ഫോം ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പൊ സിഎം പ്രസാദിനോട് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്ത ആ ടീമിന്റെ ഹെഡായിട്ട് പ്രസാദ് ഉണ്ടാവണമെന്നും അയാളോട് സിഎം പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. ഇപ്പൊ അവിടുന്ന് ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ സിറ്റിയിലുള്ള വലിയൊരു ഷോപ്പിംഗ് മോളിലേക്ക് ബ്ലാക്ക് കളർ ഡ്രസ് എല്ലാം ധരിച്ച് ഒരു വ്യക്തി അങ്ങനെ എത്തുവാണ്. ഈ സമയത്താണ് ആ വ്യക്തിന്റെ മുഖം കാണിക്കുന്നത്. അയാളുടെ മുഖമെല്ലാം ഈ സമയത്ത് ചുമന്ന് അങ്ങ് തുടുക്കുന്നു. പെട്ടെന്ന് തന്നെ അയാൾ അവിടെ ബ്ലാസ്റ്റ് ആവുകയാണ്. അങ്ങനെ അത്രയും വലിയ ഷോപ്പിംഗ് മോളിൽ അത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടക്കുമ്പോൾ അതിലങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോകുന്നു. അങ്ങനെ ഇത് വലിയ വാർത്തയാവുകയാണ്. അടുത്ത സീനില് മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനില്ലേ, അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തി. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച സിഎം ഇല്ലേ, അയാളുടെ മകനാണ് ഇപ്പൊ ഭരണത്തിലുള്ളത്. അയാളെ വീഡിയോ കോൾ ചെയ്ത് ഇന്ന പോലെ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിക്കുന്നു. എത്രയും വേഗം ഇതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ റെഡിയാക്കാനാണ് ഈ സമയത്ത് ഈ സിഎം പറയുന്നത്. എന്നാൽ പ്രസാദിന്റെ ടീമിലെ ഓരോരുത്തരും ഓരോരോ തിരക്കുകളിലാണ്. അപ്പൊ ഈ ദൗത്യം ഇനി ആരെ ഏൽപ്പിക്കുമെന്ന് പ്രസാദ് അങ്ങനെ ആലോചിക്കുന്നു. അപ്പോഴാണ് ചാർലി എന്ന് പറയുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ പറ്റി പ്രസാദ് ആലോചിക്കുന്നത്. പണ്ട് ഇതേവരെ എന്തൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കാണിച്ചൊരു മിസ്റ്റേക്കിന്റെ പുറത്ത് അയാളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവര് പുറത്താക്കിയതായിരുന്നു. ഇപ്പൊ വേറെ നിവൃത്തിയില്ലാതെ അയാളെ തിരിച്ചു വിളിക്കുവാണ് ഇവര്. ഈ സമയത്ത് ചാർലി എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടുകൊണ്ട് നായകനിപ്പോ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു വരുവാണ്. അതിന് പുറമെ നായകനിപ്പോ മാർഷൽ ആർട്സും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നായകന്റെ അക്കാദമി കാണിക്കുന്നു. പൊതുവെ നമ്മുടെ നായകൻ ഒരു ഫണ്ണി ക്യാരക്ടറാണ്. അപ്പൊ മാർഷൽ ആർട്സ് എല്ലാം പഠിപ്പിക്കുന്ന ഈ അക്കാദമിയിലും നായകൻ കാട്ടിക്കൂട്ടുന്ന ചില ഫണ്ണി എലമെന്റ്സ് എല്ലാം ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരികെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവരയക്കുന്ന ആ ലെറ്റർ നായകന് കിട്ടുന്നത്. അങ്ങനെ ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നായകൻ ഓഫീസിലേക്ക് തിരികെ എത്തുന്നു. ഈ സമയം കൂടെ വർക്ക് ചെയ്യുന്ന ഗീത എന്ന് പറയുന്നൊരു പെണ്ണ് നായകനെ വീണ്ടും ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. കുറച്ചു ദിവസം മുമ്പ് പ്രിയ എന്ന് പറയുന്നൊരു പുതിയ പെണ്ണ് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്. അങ്ങനെ നായകൻ ഇപ്പോൾ അവളെ പരിചയപ്പെടുന്നു. ഇതേ സമയം തന്നെ പ്രസാദ് അവിടേക്ക് വന്നിട്ട് തിരിച്ചെത്തിയ നായകനെ വിളിച്ചുകൊണ്ട് ഡ്യൂട്ടിയുടെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നായകൻ ഓഫീസിൽ ചെന്നിരുന്ന് പ്രസാദ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സമയം അവിടേക്ക് രാഹുൽ എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നു. രാഹുൽ നായകന്റെ കൊളീഗാണ്. കൊളീഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നായകന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഇവർ കണ്ടുമുട്ടുമ്പോൾ അവർ കുറെ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നു. അതിനുശേഷം പ്രസാദ് ആണെങ്കിൽ ആ ഷോപ്പിംഗ് മോളിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അതിന്റെ CCTV വിഷ്വൽസ് എല്ലാം കാട്ടിക്കൊടുക്കുന്നു. മോളിൽ ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രീനിവാസ് എന്ന് പറയുന്ന വ്യക്തിനെ അവിടെ കണ്ടതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു പക്ക ക്രിമിനലാണ്. ആ മാളിൽ അയാളെ കണ്ടതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഈ ഒരു കാര്യത്തിന്റെ പിന്നിൽ അയാളായിരിക്കണം എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ഉണ്ടെന്ന് വേണം പറയാൻ. സോ ചാർലി, ഇന്നു മുതൽ ഞാൻ നിനക്ക് തരുന്ന ദൗത്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസ് എന്ന് പറയുന്ന വ്യക്തിനെ ഫോളോ ചെയ്ത് ആ സ്ഫോടനത്തിന് പിന്നില് ഇയാളാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഇന്ന് അയാളുടെ ബർത്ത്ഡേ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അയാൾ വലിയൊരു പാർട്ടി എല്ലാം നടത്തുന്നുണ്ട്. സോ നീ എന്തായാലും അവിടെ ചെന്ന് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യണം. ഇത് കേട്ട ചാർലി ഓക്കെ സാർ, ഞാൻ സെറ്റ് ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയം നായകന്റെ ഫ്രണ്ടും കൊളീഗുമായ രാഹുലില്ലേ, അയാളിപ്പോ നായകന് ഒരു പേന കൊടുക്കുന്നു. എന്നിട്ട് നായകനോട് പറയുകയാണ്, മറ്റേത് നീ വിചാരിക്കുന്നില്ലേ സാധാരണ ഒരു പേനല്ല. ഈ മിഷന് പോകുന്ന സമയത്ത് ഏതെങ്കിലും ക്രിമിനൽസിനെ നിനക്ക് അകപ്പെടുത്തണം തോന്നുവാണെങ്കിൽ ഈ പേന നീ അവർക്ക് നേരെ എറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ പേന ഒരു വലയായി മാറി അവർക്ക് മേലെ വീണോളും. അങ്ങനെ നിനക്ക് അവരെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരാം. ഓ, ടെക്നോളജിക്കൽ പേനയാണല്ലേ, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് നായകനാണെങ്കിൽ രാഹുലിനെ അഭിനന്ദിക്കുന്നു. അങ്ങനെ ആ പേനെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അടുത്ത സീനില് ശ്രീനിവാസിന്റെ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നായകനും കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു കൊളീഗും എത്തുവാണ്. ഈ സമയം അവരവിടെ വെച്ച് ഒരു പെണ്ണിനെ കാണുവാണ്. ഇവളാണ് നമ്മുടെ മൂവിലെ നായിക. അവളെ കണ്ടപ്പോ തന്നെ നമ്മുടെ നായകനാണെങ്കിൽ മനസ്സിലൊരു സ്പാർക്ക് അടിക്കുന്നു. അങ്ങനെ ഇപ്പൊ നേരെ അവളുടെ അടുത്തേക്ക് എത്തി അവളെ പരിചയപ്പെടുവാണ് നായകൻ. അങ്ങനെ അല്പനേരം കഴിഞ്ഞ് ആ പാർട്ടി തുടങ്ങുന്നു. ഈ സമയം ശ്രീനിവാസ് ആണെങ്കിൽ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത എല്ലാവരെയും ആ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആ പാർട്ടിയെല്ലാം ഇറങ്ങി കുറച്ചേരം കഴിയുമ്പോഴേക്കും നൈസായിട്ട് അയാളുടെ റൂമിലേക്ക് പോവുകയാണ്. പാർട്ടിയോടെ നടക്കുമ്പോൾ അതിനൊന്നും നിൽക്കാതെ അയാൾ റൂമിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും അർജന്റ് വിഷയം ഉണ്ടാവുമെന്ന് ഈ സമയം നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നായകൻ അവിടേക്ക് പോകാൻ തുടങ്ങുവാണ്. ഇതേ സമയം ശ്രീനിവാസിന്റെ മുറി കാണിക്കുന്നു. നായകൻ സംശയിച്ച പോലെ തന്നെ മുറിക്കകത്ത് ശ്രീനിവാസ് കുറെ ആൾക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മാളിൽ നടന്ന സ്ഫോടനത്തിനെ പറ്റിയൊക്കെയാണ് അവരുടെ സംസാര വിഷയം. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് ശ്രീനിവാസ് ആണെങ്കിൽ അയാളോടൊപ്പം മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോറിനേഴ്സിന് ഒരു പെട്ടി കൈമാറുന്നു. ഇതേ സമയത്ത് നമ്മുടെ നായകനെ കാണിക്കുവാണ്. നായകൻ ആ റൂമിന്റെ പുറത്ത് നിന്നുകൊണ്ട്, അതായത് വാതിലിൽ ചെവി വെച്ച് അകത്തവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. ഗതികേടിന് ആ സമയത്ത് അവരെ വാതിലിലെ ലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ വാതിലിൽ ചാരി നിന്ന് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന നായകൻ പെട്ടെന്ന് ആ വാതിൽ ഉറന്നകത്തേക്ക് വീഴുവാണ്. ഈ സമയം ശ്രീനിവാസിന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം നീ ആരടാന്ന് ചോദിച്ച് നായകന് നേരെ നോക്കിക്കൊണ്ടുന്നു. അങ്ങനെ നായകൻ എന്താ പറയണ്ടേന്ന് അറിയാതെ അകപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ശ്രീനിവാസിന്റെ ആൾക്കാർ നായകനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ നേരത്തെ നായകൻ ഈ ഫംഗ്ഷനിൽ വെച്ച് പരിചയപ്പെട്ട നായികയില്ലേ, അവൾ തോക്കുമായിട്ട് എത്തുവാണ്. എന്നിട്ട് ശ്രീനിവാസിന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം വെടി
വെച്ച് വീഴ്ത്തി അവള് നായകനെ സേവ് ചെയ്യുന്നു. നായികന്റെ പേര് ഇഷ എന്നാണ്. ഈ പെണ്ണിന്റെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഈ സമയം നായകനും കൊളീഗും ഇങ്ങനെ ആലോചിക്കുവാണ്. എന്തായാലും തക്കം കിട്ടിയ സമയത്ത് ശ്രീനിവാസ് ആ ഫോറിനേഴ്സിന് കൈമാറി ആ പെട്ടിയില്ലേ അത് ഇവര് കൈക്കലാക്കുന്നു. ഇതേ സമയം തന്നെ നായകനും കൊളീഗും മറ്റൊരു കാഴ്ച കാണുവാണ്. ശ്രീനിവാസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നതായിട്ട്. ഈ സമയം നമ്മുടെ നായകൻ എന്താ ചെയ്തെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട് കൊടുത്ത ആ ടെക്നിക്കൽ പെന്നില്ലേ അത് ശ്രീനിവാസിന് നേരെ എറിയുന്നു. അങ്ങനെ അയാളെ വല ഉപയോഗിച്ച് പിടിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായകന് പെട്ടിയും കിട്ടി, ശ്രീനിവാസിനെയും കിട്ടി. അടുത്ത സീനിൽ നായകൻ നേരെ പ്രസാദിനടുത്തേക്ക് ശ്രീനിവാസിനെ അയാളുടെ ഈ പെട്ടിനെ എത്തിക്കുവാണ്. അങ്ങനെ ഇപ്പൊ പ്രസാദ് വന്ന് ആ വല മാറ്റി നോക്കുന്ന സമയത്ത് മനസ്സിലാവുകയാണ് ആ വലക്കകത്തുള്ളത് ശ്രീനിവാസ് അല്ലാന്ന്, ഇതൊരു പ്രായമായ മുത്തശ്ശിയാണ്. സംഭവിച്ചെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോകുന്ന ശ്രീനിവാസിനെ പിടിക്കാൻ വേണ്ടി അയാൾക്ക് നേരെ തന്നെയായിരുന്നു നമ്മുടെ നായകൻ ആ പേന എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അയാൾ ആ സമയത്ത് ഒഴിഞ്ഞു മാറി. ആ സമയത്ത് എതിരെ വന്ന ഒരു പ്രായമായ മുത്തശ്ശിന്റെ മേത്തായിരുന്നു ആ പേന വീണത്. അങ്ങനെയാണ് അവർ അതിലാകപ്പെട്ടത്. ഇത് ശ്രദ്ധിക്കാതെ ശ്രീനിവാസ് ആണെന്ന് വിചാരിച്ച് നായകനും കൊളീഗും കൂടി ഇവരെ ഇങ്ങ് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇപ്പൊ ഇതിലാകെ ദേഷ്യം വന്ന പ്രസാദ് ഇതോ ഇങ്ങനെയായി, ഇനി ആ പെട്ടിയെങ്കിലും തുറക്കാൻ പറയുന്നു. അങ്ങനെ നായകനെ പെട്ടി തുറക്കുവാണ്. നോക്കുന്ന സമയത്ത് ആ പെട്ടിക്കകത്തൊന്നുമില്ല. ഇതും കൂടി കാണുന്ന പ്രസാദിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പ്രസാദ് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം നായകൻ ഇങ്ങനെ ആലോചിക്കുവാണ് എന്നാലും അപ്പൊ യഥാർത്ഥ പെട്ടി അവിടെ പോയി കാണുമെന്ന്. ഇപ്പോഴാണ് ആ പെട്ടിക്ക് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത്. നേരത്തെ ശ്രീനിവാസിന്റെ ആൾക്കാർ നായകനെ അവന്റെ കൊളീഗിനെ പിടിച്ച സമയം നായികയാണല്ലോ അവിടേക്ക് എത്തി അവരെ സേവ് ചെയ്തത്. ആ സമയം നായികയാണെങ്കിൽ ആ ഫൈറ്റിനിടയിൽ യഥാർത്ഥ പെട്ടി മാറ്റി അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പെട്ടി വെക്കുന്നുണ്ടായിരുന്നു. ആ പെട്ടിയാണ് നായകന്റെ കയ്യിൽ കിട്ടിയത്. അങ്ങനെ ആ പെട്ടി അവിടെ പോയി കാണുമെന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ നായകന് ഈ കാര്യം കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ സംശയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് അറിയാൻ വേണ്ടി അവള് താമസിക്കുന്ന സ്ഥലമെല്ലാം കണ്ടെത്തി നേരെ അവിടേക്ക് എത്തുവാണ്. ഈ സമയം നായകൻ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രസാദും അവളും കൂടി ആ പെട്ടി തുറക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ ഇപ്പൊ നായകൻ അവരോട് ഓഹോ അത് ശരി, അപ്പൊ ഇത് നിങ്ങളും ഇവളും കൂടി തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ, അത് എന്നെ മണ്ടനാക്കിക്കൊണ്ട് ഇങ്ങനെയെല്ലാം ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ഈ സമയം ഇഷ പറയാണ് ചാർലി നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ആക്ച്വലി ഞാൻ ഈ മിഷന്റെ ഭാഗമാണ്, ഞാനൊരു ഏജന്റാണ്, ഏജന്റ് ഇഷ. ഇങ്ങനെയും പറഞ്ഞ അവള് ID കാർഡ് കാട്ടിക്കൊടുക്കുന്നു. ഈ സമയം പ്രസാദ് പറയുകയാണ് നിന്നെ ദൗത്യം ഏൽപ്പിച്ച നീ ഇത് കുളവാക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ ഇഷനെ ഞാൻ ഇറക്കിയത്. അങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഇവരുടെ ടീമിനെ പുതുതായിട്ട് വന്ന് ചേർന്ന പ്രിയ എന്ന് പറയുന്ന പെണ്ണില്ലേ അവൾ അവിടേക്ക് എത്തുവാണ്. ഈ സമയം അവളെ കണ്ട് പ്രസാദ് അവളോട് ചോദിക്കുന്നുണ്ട് പ്രിയ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അല്ല ചാർലി ഓഫീസിൽ നിന്ന് എന്തോ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറഞ്ഞിറങ്ങിയായിരുന്നു, അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറകെ വന്നതാണ് ഈ സമയത്ത് പ്രിയ പറയുന്നു. ഈ സമയത്ത് പ്രസാദ് എന്നാ നമുക്ക് ആ പെട്ടി തുറന്നു നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ആ പെട്ടി തുറക്കുവാണ്. ഈ സമയത്ത് ആ പെട്ടിക്കകത്ത് കുറച്ച് മരുന്നുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ തുറക്കുന്ന സമയം അതിലൊരെണ്ണം താഴേക്ക് വീഴുന്നു. അറ്റ് ദ സെയിം ടൈം നിലത്ത് കിടക്കുന്ന ആ ഗുളിക ഒരു എലി കഴിക്കുവാണ്. അങ്ങനെ അത് കഴിച്ച എലി ആ സ്പോട്ടിൽ തന്നെ റെഡ് കളറായി മാറി പെട്ടെന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. ഇത് കണ്ട നമ്മുടെ നായകനും ടീംസിനും മനസ്സിലാവുകയാണ് അപ്പൊ ഇതേപോലത്തെ ഗുളിക യൂസ് ചെയ്തിട്ടായിരിക്കും ആ മാളിലന്ന് ആ വ്യക്തി സ്ഫോടനം നടത്തിയതെന്ന്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി പ്രസാദ് ആ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് പുറകിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പ്രസാദ് പറയുവാണ്. അടുത്ത സീനിൽ പ്രസാദ് CM-നെ വീഡിയോ കോൾ ചെയ്ത് ഇന്നപോലെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന CM പറയുവാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇതുപോലുള്ള സ്ഫോടനങ്ങൾ സിറ്റിന്റെ പല ഭാഗത്തും നടക്കാൻ ചാൻസ് ഉണ്ട്, സോ അതിനുവേണ്ട മുൻകരുതലെടുത്ത് ഈ കാര്യം റിപ്പീറ്റ് ആവാതെ നോക്കണം. ഇത് കേട്ട പ്രസാദ് ശരി ഓക്കെ എന്നും പറയുന്നു. അടുത്ത സീനിൽ ആ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ കളക്ട് ചെയ്തുകൊണ്ടായ സാമ്പിൾസ് എല്ലാം ചെക്ക് ചെയ്ത് അതിനൊരു വിശദീകരണമായിട്ട് ഇവരുടെ എത്തുവാണ്. സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആമാശയത്തിലേക്ക് എത്തുമ്പോഴേക്കും വയറ്റിലുള്ള ആസിഡുമായിട്ട് പ്രവർത്തിച്ച് സ്ഫോടന സ്വഭാവം ഉള്ളതായിട്ട് മാറും. അങ്ങനെയാണ് അത് കഴിക്കുന്ന ആള് ഒരു മനുഷ്യ ബോംബായി മാറുന്നത്. അങ്ങനെ ആ ഫോറൻസിക് ഉദ്യോഗസ്ഥന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന പ്രസാദിന് പെട്ടെന്ന് എന്തോ ഒരു കാര്യം കണക്ട് ആവുന്നു. അങ്ങനെ അയാൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി നേരെ CM-നെ നേരിട്ട് പോയി മീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് CM-നോട് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാറേ 2003 കാശ്മീരില് ഇതേപോലത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു. അന്ന് ആ കാര്യങ്ങൾക്ക് പിന്നില് സാഹിറ എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരിപ്പോ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. ഇത് കേട്ട CM അപ്പൊ ഈ കേസുകൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ ആ സ്ത്രീ ജീവിച്ചിരിപ്പില്ലല്ലോ, പിന്നെ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നു. സാർ അവിടെയാണ് മറ്റൊരു പ്രശ്നം. ആ സ്ത്രീക്ക് ഒരു മകനുണ്ടായിരുന്നു. എന്റെ ഊഹം വെച്ച് നോക്കുവാണെങ്കിൽ അതേ പാറ്റേണിലുള്ള ഈ കേസ് റിപ്പീറ്റ് ആവണമെങ്കിൽ ആ സ്ത്രീയുടെ മകനായിരിക്കും ഇപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രസാദ് പറഞ്ഞിരുന്ന അതേ സമയം തന്നെ ഏതോ ഒരു സ്ഥലത്തെ ഒരു ലാബ് കാണിക്കുന്നു. അവിടെ ഇപ്പൊ കുറെ ഡോക്ടേഴ്സ് സ്ഫോടന സ്വഭാവമുള്ള മരുന്നില്ലേ അതിന്റെ വീര്യം കൂടി ഡോസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഹെഡാണ് ഗുരു എന്ന് പറയുന്ന ഈ വ്യക്തി. നമ്മുടെ പ്രസാദ് പറഞ്ഞ പോലെ അന്ന് മരിച്ചുപോയ സായിറ എന്ന് പറയുന്ന ആ ലേഡിയുടെ മകനാണ് ഈ ഗുരു, അതായത് നമ്മുടെ മൂവിലെ വില്ലൻ. ഇവനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് കണ്ടെത്തിയ മരുന്നാണ് ആ സ്ഫോടനങ്ങൾക്ക് കാരണം. ഈ ഗുരുവിന് ശ്വാസം എടുക്കാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഫുൾ ടൈം അവന് ഇതുപോലത്തെ ഒരു മാസ്ക് വെച്ചാണ് നടപ്പ്. അങ്ങനെ ഇപ്പൊ ആ സീനെല്ലാം കട്ടായി വീണ്ടും പ്രസാദിനെയും ഗ്യാങ്ങിനെയും കാണിക്കുവാണ്. അവരിപ്പോ ഈ കേസിന് പുറകില് അവര് സംശയിക്കുന്ന സാഹിറേന്റെ മകനില്ലേ അയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ ടീമിലേക്ക് വീണ്ടും ജോയിൻ ചെയ്തിട്ടും നമ്മുടെ നായകന് പ്രസാദ് വലിയ ദൗത്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതിന് പുറകിൽ എന്തോ ഒരു കാരണം ഉണ്ടെന്ന് ഗീത ഈ സമയം മനസ്സിലാക്കുന്നു. അങ്ങനെ അത് പ്രസാദിനോട് വന്ന് ചോദിക്കുവാണ്. ഈ സമയം പ്രസാദ് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. പണ്ട് ചാർലി ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്ത് ഒരു മീറ്റിംഗിന് കൊറിയൻ പ്രസിഡന്റ് നമ്മുടെ നാട്ടിലേക്ക് എത്തുവാണ്. അപ്പൊ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ദൗത്യം ഇവരുടേതായിരുന്നു. ആ സമയത്ത് നേരെ ചൊവ്വേ ദൗത്യം ചെയ്യേണ്ട നായകൻ ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയോണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ കൊറിയൻ പ്രസിഡന്റിന് ഒരു അപകടം സംഭവിച്ചു. അങ്ങനെയാണ് നായകൻ അവന്റെ ജോലി നഷ്ടമായത്. ഇപ്പോഴും നായകൻ ഒരു ഫണ്ണി ക്യാരക്ടർ ആണല്ലോ, അതുകൊണ്ട് അതേപോലെയുള്ള പല വണ്ടത്തരങ്ങളും ഈ നായകൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് പ്രസാദ് നായകൻ ഇങ്ങനെ താഴ്ന്നു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സീനെല്ലാം കട്ടായി അടുത്ത സീനിൽ നമ്മുടെ നായകനെയും നായികനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ഇപ്പം ശ്രീനിവാസുള്ള സ്ഥലം എല്ലാം കണ്ടെത്തി അവിടേക്ക് എത്തി അയാളെ പിടികൂടാൻ ശ്രമിക്കുന്നു. അയാൾ ഈ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫൈനലി നമ്മുടെ നായിക അവനെ ലോക്ക് ചെയ്യുവാണ്. അങ്ങനെ അയാളെ അവിടെ നിന്ന് പിടിച്ചു
കെട്ടി നേരെ ഓഫീസിലേക്ക് എത്തിച്ച് അയാളെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുവാണ് അവര്. പ്രസാദിനെ വിവരം അറിയിക്കുന്നുണ്ട്. പ്രസാദും പെട്ടെന്ന് അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾക്കെല്ലാം പുറകില് സാഹിറ എന്ന് പറയുന്ന ലേഡീന്റെ മകനായ ഗുരുവല്ലേ എന്ന് ഈ സമയം പ്രസാദ് ശ്രീനിവാസിനോട് ചോദിക്കുന്നു. ശ്രീനിവാസ് ഇതിന് ഉത്തരം കൊടുക്കാതിരിക്കുമ്പോ നീ പറഞ്ഞില്ലെങ്കിലും ആ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് ശ്രീനിവാസിനോട് പ്രസാദ് പറയുവാണ്. എന്നാൽ സാഹിറ, അവരുടെ മകൻ ഗുരു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ നായകനും നായികയ്ക്കും ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ അവരാകെ അന്തം വിട്ട് നിൽക്കുവാണ്. കുറച്ചേരം കഴിഞ്ഞ് അവരിതിനെ പറ്റിയല്ല പ്രസാദിനോട് ചോദിക്കുന്നു. അപ്പൊ പ്രസാദ് ആ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുവാണ്. 2003 കാലഘട്ടത്തില് കാശ്മീരില് സാഹിറ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. സിറ്റിയിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടറായിട്ട് അവൾക്ക് ജോലി കിട്ടിയതാണ്. എന്നാൽ അതൊന്നും വേണ്ടാന്ന് വെച്ച് അവൾ കാശ്മീരിലേക്ക് എത്താൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അവളുടെ മകൻ ഗുരു ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ സിറ്റിയിൽ താൻ ജോലി ചെയ്ത അവിടുത്തെ പൊല്യൂഷനും കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ തന്റെ മകൻ അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവള് പൊല്യൂഷനൊക്കെ വളരെ കുറവുള്ള കാശ്മീരിലേക്ക് ഡോക്ടർ ജോലി ചെയ്യാൻ വേണ്ടി എത്തിയത്. ആ സമയത്ത് സാഹിറിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്റെ മകന്റെ അസുഖം ഭേദമാക്കാനുള്ള ഒരു മരുന്ന് എത്രയും വേഗം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അവൾ അതിനു വേണ്ടി അവിടെ ഒരു ലാബ് സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങുവാണ്. അങ്ങനെ അവൾ കുറെ മരുന്നുകൾ കണ്ടെത്തുന്നു. എന്നാൽ അത് ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്ത് അത് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ മകന് കൊടുക്കാൻ. അതിനുവേണ്ടി അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാശ്മീരിൽ നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കില് പരിക്ക് പറ്റി അവിടേക്ക് എത്തിക്കുന്ന പട്ടാളക്കാരിലൊക്കെ അത് ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ ഉണ്ടാക്കുന്ന ഭൂരിഭാഗം മരുന്നും ഫോൾട്ടായി മാറുന്നുണ്ട്. അതിൽ കുറെ പട്ടാളക്കാർ മരിച്ചും പോകുന്നു. ആരും അറിയാതെ വളരെ രഹസ്യമായിട്ടൊക്കെ ആയിരുന്നു സാഹിറ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറെ മരുന്നുണ്ടാക്കിയിട്ടും അതൊന്നും സക്സസ് ആവാതിരുന്നിട്ടും അവൾ ഒട്ടും തളരുന്നില്ല. വീണ്ടും അവളുടെ ശ്രമങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഒടുവില് അവൾ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. അത് ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവൾ ആ മരുന്ന് വിശ്വസിച്ച് മകന് കൊടുക്കുവാണ്. അങ്ങനെ മകന്റെ അസുഖം ഓൾമോസ്റ്റ് കുറയുന്നു. ഇപ്പൊ കണ്ടുപിടിച്ച ഈ മരുന്നിന്റെ നെക്സ്റ്റ് ലെവൽ മരുന്ന്, അതായത് കുറച്ചും കൂടി ഡോസ് കൂട്ടിയിട്ടുള്ള ഒരു മരുന്ന് കൂടി കണ്ടുപിടിക്കുവാണെങ്കിൽ അതിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് എലമെന്റ്സും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ മകന്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കാന്ന് സാഹിറ ആ സമയത്ത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നീട് അവൾ അങ്ങോട്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുവാണ്. എന്നാൽ അതിന് ഒരുപാട് പണച്ചെലവുണ്ടായിരുന്നു. സാഹിറിന്റെ അടുത്താണെങ്കിൽ ആ സമയത്ത് അധികം പണമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾ അവിടെ വെച്ച് ഡേവിഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് പരിചയത്തിലാവുന്നത്. അവരുടെ ആ പരിചയം വളരെ പെട്ടെന്ന് അവരെ തമ്മിൽ അടുപ്പിക്കുന്നു. അങ്ങനെ സാഹിറ അവളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറയുന്നു. മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ അത്രയും കഷ്ടപ്പെടുന്നതെന്ന് അറിയുന്ന സമയം ആ മരുന്ന് കണ്ടെത്താനുള്ള പണച്ചെലവെല്ലാം അയാൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ അതിന് പകരമായിട്ട് സാഹിറ അയാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കണമായിരുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വീര്യം കൂടിയ സ്ഫോടന സ്വഭാവമുള്ള ഗുളിക സാഹിറ ഡേവിഡിന് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അതിന് സാഹിറ അയാൾ പറഞ്ഞ പോലെ അയാൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഗുളികകൾ ഉണ്ടാക്കി കൊടുക്കുവാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് മാളിൽ വെച്ച ഒരാള് സ്ഫോടനം സംഭവിച്ച് മരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതുപോലത്തെ ഗുളിക യൂസ് ചെയ്തിട്ടായിരുന്നു അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ എലി തിന്ന ഗുളികയും ഇതായിരുന്നു. എനിവേസ് കഥയിലേക്ക് തിരികെ വരുമ്പോ അങ്ങനെ ഡേവിഡ് സാഹിറിനെ കൊണ്ട് അതുപോലത്തെ ഒരുപാട് ഗുളികകൾ ഉണ്ടാക്കി അതെവിടെയൊക്കെ അയാൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് സാഹിറിനെ ഡേവിഡ് കല്യാണം കഴിച്ചു. അവരൊരുമിച്ച് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ സമയത്ത് എന്തോ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഡേവിഡ് ഒരു ദൂരയാത്ര പോവുകയാണ്. ആ സമയത്ത് അയാളെ പോലീസ് പിടിക്കുന്നു. സ്ഫോടന സ്വഭാവമുള്ള ആ ഗുളികകളുമായിട്ടാണ് അയാൾ പിടിയിലാവുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ TV ന്യൂസിലൂടെ കാശ്മീരിലുള്ള സാഹിറയും മകനും അറിയുന്നു. അയാളെ പിടിച്ച സ്ഥിതിക്ക് ഇനി തീർച്ചയായിട്ടും പോലീസ് അന്വേഷിച്ചു വരാൻ പോകുന്നത് ഇവിടേക്കായിരിക്കും. ഇവിടേക്ക് എത്തി എന്തായാലും ഇവരെയും പിടികൂടുമല്ലോ. അത് പേടിച്ച് സാഹിർ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ ലാബിനും തീ വെച്ച് മകനെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഡേവിഡിലൂടെ സാഹിറിന്റെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് പോലീസ് മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെ ടെററിസ്റ്റ് ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടി ആ സമയം CM ഒരു ടീം ഫോം ചെയ്യുന്നു. ആ ടീമിന്റെ ഹെഡ് ആയിരുന്നു പ്രസാദ്. ആ ടീം ഫോർമേഷൻ ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നമുക്ക് കാട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാശ്മീരിൽ നിന്ന് മുങ്ങിയ സാഹിറിനെയും മകനെ കണ്ടെത്താൻ വേണ്ടി പോലീസ് ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ അവിടെ കണ്ടെത്തി. അങ്ങനെ കണ്ടുമുട്ടലില് വലിയൊരു ഷൂട്ട് ഔട്ട് നടക്കുവാണ്. അതിനിടയിൽ സാഹിറ മരിച്ചു പോകുന്നു. എന്നാൽ സാഹിറിന്റെ മകൻ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ഇന്നേ വരെ അവനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് പ്രസാദ് നായകനോട് നായികനോടും പറഞ്ഞു തീരുവാണ്. ചെറുപ്പം മുതലേ അമ്മ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ടു വളർന്ന ഗുരുവാണ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തടയാൻ കഴിയുള്ളൂ. അങ്ങനെ ഇപ്പൊ അവർ ഈ കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവർ നേരത്തെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ കെട്ടിവെച്ചിരിക്കുന്ന ശ്രീനിവാസില്ലേ അയാൾ അകത്തുനിന്ന് കരയുന്നതായിട്ടുള്ള ഒരു സൗണ്ട് ഇവർ കേൾക്കുവാണ്. അങ്ങനെ അകത്തുള്ള അയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ വേണ്ടി ഇവരോടി അകത്തേക്ക് ചെല്ലുന്നു. നോക്കുന്ന സമയത്ത് കാണുന്ന എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ ഒരു വിഷം കുത്തിവെച്ച് കൊന്നിരിക്കുവാണ്. അങ്ങനെ ഇത് കണ്ട് അവരാകെ പതറി നിൽക്കുന്ന അതേ സമയം തന്നെ അവർക്കൊരു കോൾ വരുന്നു. കോൾ വിളിച്ചിരിക്കുന്നത് ഗുരുവാണ്. ശ്രീനിവാസിലൂടെ എന്നെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നടക്കില്ല, അതിനുവേണ്ടി ഞാനാണ് അവനെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് ഗുരു കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം പ്രസാദും അയാളുടെ ആൾക്കാരും ഓഫീസിലിരിക്കുന്ന സമയം ഗുരു അവിടേക്ക് എത്തി ആ ഓഫീസ് മുഴുവൻ അടിച്ചു തകർക്കുവാണ്. അതിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു പോകുന്നു. ബാക്കിയുള്ള ആൾക്കാരെ ഗുരു അയാളുടെ താവളത്തിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. കൂട്ടത്തില് പ്രസാദിനെയും കൊണ്ടുപോവാണ്. എന്നാൽ ആ സമയത്ത് നായകനും നായിക അവിടെ ഉണ്ടായിരുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ അവര് തകർന്നു കിടക്കുന്ന ഓഫീസാണ് കാണുന്നത്. അത് മാത്രമല്ല ഗുരു പ്രസാദ് ഉൾപ്പെടെ ഓഫീസിലുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം തട്ടിക്കൊണ്ടു പോയെന്നും ഇവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഇനി എന്ത് ചെയ്യുന്നു നായകനെ ചോദിക്കുമ്പോൾ നായകൻ പറയാണ്, സാർ എല്ലാത്തിലും ഒരു പ്ലാൻ ബി കാണാറുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് എന്തായാലും സാറിന്റെ കാർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് കേട്ട നായിക എന്നാ വാന്നും പറഞ്ഞ് നായകനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കാർ ചെക്ക് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് അവർക്കൊരു ബോക്സ് കിട്ടുവാണ്. ആ ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പാതി കീറിയ അവസ്ഥയിൽ ഒരു സിനിമ ടിക്കറ്റ് ഉണ്ടായിരുന്നു. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച ആ തിയേറ്റർ ഇല്ലേ, അതായത് CMുമായിട്ട് പ്രസാദ് മീറ്റ് ചെയ്യുന്ന ആ തിയേറ്റർ, അവിടുത്തെ സിനിമ ടിക്കറ്റ് ആയിരുന്നു അത്. അങ്ങനെ ഇപ്പൊ ഇത് കണ്ടത് നായകൻ പറയാണ്, സാർ ഈ തിയേറ്ററിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, അതെനിക്കറിയാം. തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും സാറ് ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ കരുതി വെച്ചിട്ടുണ്ടാവും. സോ അങ്ങോട്ടൊന്ന് പോയി നോക്കാന്നും പറഞ്ഞ് നായകനെയും കൂട്ടിക്കൊണ്ട ടിക്കറ്റുമായിട്ട് നായകൻ നേരെ അവിടേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് അവര് പുറത്ത് സിനിമ ടിക്കറ്റ് എല്ലാം കീറി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ വ്യക്തിയില്ലേ, അയാളെ ആ പാതി ടിക്കറ്റ്
വേണ്ടി കാണിക്കുവാണ്. അത് കാട്ടിക്കൊടുത്തതും ആ വ്യക്തിയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ആ തിയേറ്ററിലുള്ള ഒരു രഹസ്യ മുറിയിലേക്ക് എത്തുവാണ്. അവിടെ ഒരുപാട് ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടുന്ന് കുറെ ആയുധങ്ങളെല്ലാം എടുത്ത് നായകന്റെയും കൂടെ അവരെ ആ മുറിയിലേക്ക് എത്തിച്ച വ്യക്തിയില്ലേ അയാൾ ഇറങ്ങുവാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഏജന്റ് ആയിരുന്നു എന്ന്. അടുത്ത സീനിലെ ഗുരുവിന്റെ കസ്റ്റഡിയിലുള്ള പ്രസാദിന്റെ ടീംസിനെയും കാണിക്കുന്നു. അന്ന് പ്രസാദും ടീംസും കൂടിയാണല്ലോ ഗുരുവിന്റെ അമ്മേനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്. ആ സമയത്ത് നടന്ന ഷൂട്ടൌട്ടിലായിരുന്നു അവന്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് അമ്മ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ കാര്യങ്ങൾ തുടങ്ങി നാട്ടിലെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി ഉദ്യോഗസ്ഥരെ പ്രഷറിലാക്കാൻ വേണ്ടി അയാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. ഇപ്പൊ ഗുരുവിനോട് പ്രസാദ് പറയുവാണ് ഇനി നിന്നെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. എന്ത് വില കൊടുത്തു ഞാനും എന്റെ ടീമും നിന്റെ ഈ പ്ലാനിംഗ് എല്ലാം തകർക്കുമെന്ന്. ഇത് കേട്ടതും പ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയ ആണെങ്കിൽ ഒരു കത്തിയെടുത്ത് പ്രസാദിന്റെ വയറ്റിലേക്ക് കുത്തുന്നു. ഇത് കണ്ട് പ്രസാദ് അകഞ്ഞെട്ടുവാണ്. പ്രിയ എന്താ ഇങ്ങനെ പെരുമാറിയെന്ന് ഈ സമയത്ത് അയാൾ ആലോചിക്കുന്നു. അപ്പോഴാണ് പ്രിയ ഒരു കാര്യം റിവീലാക്കുന്നത്. ഈ പ്രിയ ആരാണെന്നറിയാവോ? ഗുരുവിന്റെ അനിയത്തിയാണ്. അതെ, ഡേവിഡിലെ ഗുരുവിന്റെ അമ്മയ്ക്കുണ്ടായ മകളാണ് ഈ പ്രിയ. അന്ന് സായർ മരിച്ചതിന് ശേഷം ഗുരു ഇവളെയും കൊണ്ട് ഒരുപാട് ദൂരേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെ ഓർഫനേജിലാണ് പിന്നീട് അവർ ജീവിച്ചത്. അങ്ങനെയിരിക്കുന്ന സമയത്ത് മക്കളൊന്നും ഇല്ലാത്ത ഒരു ഇന്ത്യൻ സോൾജർ വന്ന് ആ ഓർഫനേജിൽ നിന്ന് പ്രിയനെ ദത്തെടുത്തു കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ട് ആ സോൾജറിന്റെ മകളായിട്ടാണ് പ്രിയ ജനിച്ചു വളർന്നത്. ആ സമയത്തും പ്രിയയ്ക്ക് ചേട്ടനായ ഗുരുവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പട്ടാളക്കാരനായ തന്റെ വളർത്തച്ഛന്റെ സ്വാധീനത്തോടെ പ്രിയ ഡിപ്പാർട്ട്മെന്റിൽ കയറി കൂടി. അതും ഗുരു പറഞ്ഞിട്ട് പ്രസാദിനും ടീംസിനും ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ വേണ്ടി. അന്ന് ശ്രീനിവാസനെ പിടിച്ചുകൊണ്ടേ ആ റൂമിലിട്ട് ചോദ്യം ചെയ്തതിനു ശേഷം നായകനും പ്രസാദും കൂടി പുറത്തു വരുമ്പോൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗുരു പറഞ്ഞിട്ട് അയാളെ തീർത്തതും പ്രിയയായിരുന്നു. അങ്ങനെ കൂടെ നിന്നുകൊണ്ട് അവൾ ഈ രീതിക്ക് പണിതുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം റിവീലാക്കിയിട്ട് അവരെല്ലാരെയും പ്രിയയും ഗുരുവും കൂടി ഒരുമിച്ച് കൊല്ലാൻ ശ്രമിക്കുവാണ്. അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് അവിടേക്ക് നായകി എത്തുന്നു. അവരുടെ കൂടെ ആ ഏജന്റും വന്നിട്ടുണ്ട്. അതായത് ആ വെപ്പൺസ് എല്ലാം എടുത്തുകൊണ്ട്. അങ്ങനെ ഇപ്പൊ അതെല്ലാം വെച്ച് വലിയൊരു ഷൂട്ടൌട്ടിലൂടെ അവര് പ്രസാദിനെ ഗ്യാങ്ങിനെ സേവ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ ആ ഷൂട്ടൌട്ടില് പ്രിയ മരിച്ചു പോകുന്നു. ഗുരുവാണെങ്കിൽ ആ സമയത്ത് രക്ഷപ്പെട്ട് അവന്റെ ജീപ്പ് എടുത്ത് രക്ഷപ്പെടാൻ തുടങ്ങുവാണ്. അപ്പൊ നായകൻ പുറകെ ചെന്ന് അവനെ പിടികൂടുന്നു. ഈ സമയം പോലീസുകാരുടെ കസ്റ്റഡിയിൽ കഴിയാൻ ഒട്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഗുരു എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ കണ്ടുപിടിച്ച ആ വീര്യം കൂടിയ ആ സ്ഫോടനം മരുന്നില്ലേ അതെടുത്ത് കഴിക്കുവാണ്. അങ്ങനെ അവൻ പൊട്ടിത്തെറിക്കുന്നു. ആ സമയം അവന്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ നായകനും അതിൽ മരിക്കുവാണ്. ഇതുകൊണ്ട് പ്രസാദും ഗ്യാങ്ങും എല്ലാം ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ ആ സ്ഫോടനത്തിൽ അയാളോടൊപ്പം മരിച്ചുപോയ നമ്മുടെ നായകന് അവന്റെ ഗ്യാങ് മുഴുവൻ വേണ്ട മര്യാദകളെല്ലാം കൊടുത്ത് ചടങ്ങുകളെല്ലാം ചെയ്യുവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് പ്രസാദ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് വരുന്നു. അങ്ങനെ ടേബിളിൽ ഇരിക്കുന്ന മെനു കാർഡ് ഓപ്പൺ ചെയ്യുന്ന സമയം അതിൽ അയാളെന്ന അയാളുടെ വണ്ടിയിൽ വെച്ച ആ സിനിമ ടിക്കറ്റിന്റെ പകുതിയില്ലേ അത് അയാൾ കാണുവാണ്. ഇത് കണ്ട് അയാൾ ആകെ ഞെട്ടി തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ടേബിളിലേക്ക് നോക്കുവാണ്. ഈ സമയം നമ്മുടെ നായകൻ ദാ പ്രസാദിനെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗുരുവിനെ പിടിക്കാൻ വേണ്ടി അയാളുടെ വണ്ടി കയറിയ സമയം ആ സ്ഫോടനത്തിൽ നായകൻ മരിച്ചില്ലായിരുന്നു എന്ന്. നായകൻ എന്തോ ഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടായിരുന്നു എന്ന്. അങ്ങനെ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അതിന് ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.